നമസ്കാരം. വാർത്താ സന്ധ്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. രാഹുൽ മാങ്കുട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കേണ്ടെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ്. പാർട്ടി നടപടിയോടെ വിവാദം അടഞ്ഞ അധ്യായമായെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ 24നോട് പറഞ്ഞു. രാഹുലിനെതിരായ പരാതികൾ വിശദമായി അന്വേഷിക്കാൻ കോൺഗ്രസ് അന്വേഷണ സമിതിയെ നിയോഗിക്കും. മറ്റു പാർട്ടികളെക്കാളെല്ലാം വേഗത്തിൽ പാർട്ടി നടപടിയെടുത്തിട്ടുണ്ട്. അക്കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തെ പിടിച്ചുലച്ച വിവാദത്തിൽ ഇതാദ്യമായാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രതികരണം. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജിയോടെ വിവാദം അടഞ്ഞെന്ന് KC വേണുഗോപാൽ. രാഹുൽ MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്നാണ് നേതൃത്വം പ്രതികരണങ്ങളിലൂടെ വ്യക്തമാക്കുന്നത്. CPIM പോലും രാജി ആവശ്യപ്പെടുന്നില്ലെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം ചൂണ്ടിക്കാട്ടി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ഞാൻ ഗോവിന്ദൻ മാസ്റ്ററുടെ വാർത്താ സമ്മേളനം സശ്രദ്ധം വീക്ഷിച്ചു. അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് ആലോചിക്കട്ടെന്നാണ്. ആരോപണം ഉയർന്നപ്പോൾ M മുകേഷ് രാജിവെക്കേണ്ടതില്ലെന്ന CPIM നിലപാട് ഉയർത്തി പ്രതിരോധിക്കാനാണ് കോൺഗ്രസ് തീരുമാനം. രാഹുലിനെതിരെയുള്ള പരാതികൾ അന്വേഷിക്കാൻ വനിതാ അംഗങ്ങളെ ഉൾപ്പെടുത്തി സമിതിയെ നിയോഗിക്കും. അതേസമയം പ്രതിപക്ഷ നേതാവ് VD സതീശനും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലിന് അനാവശ്യ പിന്തുണ നൽകിയെന്ന വിമർശനം പാർട്ടിക്കുള്ളിലുണ്ട്. 24 തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ വീണ്ടും ഗുരുതര വെളിപ്പെടുത്തൽ. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ഉദ്ദേശത്തോടെ പലതവണ രാഹുൽ സമീപിച്ചെന്ന് യുവതി പറഞ്ഞു. വിവാഹാഭ്യർത്ഥന നടത്തിയ ശേഷം പിന്നീട് പിന്മാറി. പരാതിപ്പെടുമെന്ന് അറിയിച്ചപ്പോൾ ഡോണ്ട് കെയർ ഹൂ കെയർസ് എന്നായിരുന്നു മറുപടിയെന്നുമാണ് യുവതിയുടെ ആരോപണം. യുവതിയും രാഹുലും തമ്മിലുള്ള ചാറ്റുകൾ 24 ലഭിച്ചു. 24 ഫോളോ അപ്പ്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായ ആരോപണമാണ് പുറത്തുവരുന്നത്. ടെലിഗ്രാമിൽ കൂടെ മെസ്സേജ് അയക്കാം. അതും പുള്ളി ഒരു ടൈമർ സെറ്റ് ചെയ്യും എല്ലാത്തിനകത്തും. എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്, ഞാൻ വീട്ടിൽ വന്ന് ഇത് ചെയ്യാം, സംസാരിക്കാം, നീ എൻ്റെ അടുത്ത് ഓക്കെ എന്ന് പറഞ്ഞാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. നമ്പർ വാങ്ങിയ ശേഷം പിന്നീട് ടെലഗ്രാം വഴിയായിരുന്നു സംഭാഷണം. ടൈമർ സെറ്റ് ചെയ്ത് വായിച്ചാൽ ഉടൻ ഡിലീറ്റ് ആകുന്ന രീതിയിൽ സെറ്റിംഗ്സ് മാറ്റിയാണ് ചാറ്റ്. ലൈംഗിക ഉദ്ദേശത്തോടെ രാഹുൽ സമീപിച്ചു. ഞാൻ കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞതിന് ശേഷം വരുമ്പോ കോണ്ടം കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. എല്ലാവർക്കും പറയുന്നവരാണ് ഐ ഡോണ്ട് കെയർ ഹൂ കെയർ. സമ്മർദ്ദം ചെലുത്തിയാൽ ആത്മഹത്യ ചെയ്യുമെന്ന് രാഹുൽ തന്നോട് പറഞ്ഞെന്നും വെളിപ്പെടുത്തൽ. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വെളിപ്പെടുത്തൽ നടത്തിയതിന് പിന്നാലെയുണ്ടായ സൈബർ ആക്രമണത്തിൽ പ്രവാസി എഴുത്തുകാരി ഹണി ഭാസ്കരൻ മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകി. നിതിൻ അംബുജൻ, 24 കൊച്ചി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാക്കാതെ CPIM. പതിവ് രീതിയിൽ നേതാക്കൾ പ്രതികരിക്കുന്നതല്ലാതെ രാജി ആവശ്യം ഉന്നയിച്ച് പ്രക്ഷോഭത്തിലേക്ക് പോകാൻ പാർട്ടി തയ്യാറായിട്ടില്ല. രാഹുൽ നിയമസഭാംഗത്വം രാജിവെക്കണം എന്നാണ് കേരളത്തിന്റെ പൊതുവികാരമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. രാഹുലിനെ രൂക്ഷമായി വിമർശിച്ച് BJPയും രംഗത്തെത്തി. M മുകേഷ് MLAക്കെതിരെ പീഡന പരാതി ഉയർന്നപ്പോൾ രാജിവെപ്പിക്കാതിരുന്ന കീഴ്വഴക്കമുള്ളതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് രാജിക്ക് വേണ്ടി CPIM മുറവിളി കൂട്ടാത്തത്. ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് രാജിവെച്ചാൽ കുറ്റമുക്തരാകുമ്പോൾ തിരിച്ചു വരാനാകുമോ എന്നായിരുന്നു പാർട്ടി M മുകേഷിന്റെ കേസിൽ ഉന്നയിച്ച വാദം. അന്നത്തെ നിലപാട് തിരിഞ്ഞുകൊത്തുമെന്ന് മനസ്സിലാക്കിയാണ് ഇപ്പോൾ രാജി ആവശ്യമുയർത്തി സമരരംഗത്തേക്ക് വരാൻ അറച്ചു നിൽക്കുന്നത്. എന്നാൽ നേതാക്കളുടെയും മന്ത്രിമാരുടെയും പ്രതികരണത്തിന് കുറവൊന്നുമില്ല. യഥാർത്ഥത്തിൽ അറിയാതെ ചെയ്തതല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൽ VD സതീശൻ ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. CPI നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിലെ രാജി ആവശ്യപ്പെടുന്നുണ്ട്. ഒരു അടിസ്ഥാനമില്ലാത്ത ഒന്നാണ് എങ്കിൽ അദ്ദേഹം സ്വയം പരാതി കൊടുക്കട്ടെ, മാനനഷ്ടത്തിന് കേസ് കൊടുക്കട്ടെ. പക്ഷേ ആ കേസുകളൊക്കെ തീരുന്നവരെ അദ്ദേഹം ആ പദവിയിൽ നിന്ന് മാറി തന്നെ നിൽക്കണം. രാഹുൽ മാങ്കൂട്ടത്തിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് BJP നേതൃത്വവും രംഗത്ത് വന്നു. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് സ്വന്തം കയ്യിലിരിപ്പ് എന്താണെന്നുള്ളത് ജനങ്ങൾ ആരിലെങ്കിലും മുഖേന അറിയും. രാജി ആവശ്യം ഉയരുന്നുണ്ടെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്നാണ് കോൺഗ്രസ് നിലപാട്. 24 തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി ആവശ്യപ്പെട്ട് പാലക്കാട്ട് MLA ഓഫീസിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസ് ബാരിക്കേഡ് മറികടന്ന് SFI പ്രവർത്തകർ MLA ഓഫീസിന് അടുത്തെത്തി.
ഇന്നലെ പൂവൻകോഴിയുമായി MLA ഓഫീസിലേക്ക് മഹിളാ മോർച്ച നടത്തിയ പ്രതിഷേധ മാർച്ചിനെതിരെ മൃഗസംരക്ഷണ വകുപ്പിന് കോൺഗ്രസ് പ്രവർത്തകർ പരാതി നൽകി. ജീവനുള്ള കോഴികളെ കൊണ്ടുവന്ന് പീഡിപ്പിച്ചു എന്നാണ് പരാതി. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗർഭഛിദ്ര പരാതി ലഭിച്ചുവെന്നും അന്വേഷണം നടക്കുന്നുണ്ടെന്നും ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ പറഞ്ഞു. പരാതി ലഭ്യമായിട്ടുണ്ട്. അതിൽ എന്ത് തീരുമാനം, നടപടികൾ എന്തെടുക്കണമെന്നുള്ളതിനെക്കുറിച്ച് തീരുമാനിക്കുന്നതേ ഉള്ളൂ. ആ പരാതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണെങ്കിൽ അതൊരു ഒഫൻസാണ്. അതിൽ നമ്മുടെ BNSൽ പറയുന്നതായാലും ഇപ്പം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ലൈഫ് ഒക്കെ വരുന്നതിൻ്റെ കുട്ടിക്ക് ജനിക്കാനുള്ള അവകാശമുണ്ടല്ലോ. അപ്പം അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റി അതിനകത്ത് നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഞങ്ങൾ പരിശോധിച്ചിട്ട് ആ പരാതി പരിശോധിച്ചതിന് ശേഷം മാത്രമേ നടപടിയിലേക്ക് ഞങ്ങൾ പോകുകയുള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യക്ഷ പദവിയിൽ നിന്ന് പുറത്തായതോടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിൽ കൂട്ടയടി. സംസ്ഥാന കമ്മിറ്റിയുടെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിൽ വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിക്കെതിരെ രൂക്ഷ വിമർശനമാണ് നടക്കുന്നത്. ബാഹുബലിയെ കട്ടപ്പ പിന്നിൽ നിന്ന് കുത്തുന്ന ചിത്രം പോസ്റ്റ് ചെയ്താണ് അബിൻ വർക്കിക്കെതിരായ വിമർശനം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നീക്കത്തിന് പിന്നിലുള്ള നേതാവെന്ന സംശയത്തിലാണ് യൂത്ത് കോൺഗ്രസിലെ A ഗ്രൂപ്പ് നേതാക്കൾ ഒന്നടങ്കം അബിൻ വർക്കിക്കെതിരെ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഷാഫി പറമ്പിലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും വിശ്വസ്തനായ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനാണ് അബിൻ വർക്കിക്കെതിരെ കടുത്ത നീക്കം നടത്തിയത്. ബാഹുബലിയെ കട്ടപ്പ പിന്നിൽ നിന്ന് കുത്തുന്ന ചിത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ അബിൻ വർക്കിയുടെ ചിത്രം കൂടി വെച്ചാണ് സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വിജിൽ പോസ്റ്റ് ഇട്ടത്. ഇതിന് പിന്നാലെ അബിനെ ലക്ഷ്യമിട്ടുള്ള ശകാരവർഷമാണ് വാട്സാപ്പ് ഗ്രൂപ്പിൽ നടന്നത്. ഒരുത്തന്നെ ചോരയിൽ ചവിട്ടി നേതാവാകാമെന്ന് ആരും വിചാരിക്കേണ്ടെന്ന കുറിപ്പിൽ A ഗ്രൂപ്പിന്റെ നീക്കത്തിന് പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യവും വെളിവാക്കപ്പെട്ടു. തമ്മിലടി മുറുകിയതോടെ ദേശീയ സെക്രട്ടറി പുഷ്പലത ഇടപെട്ട് വാട്സാപ്പ് ഗ്രൂപ്പ് അഡ്മിൻ ഓൺലിയാക്കി മാറ്റി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒടുവിൽ പുതിയ സംസ്ഥാന അധ്യക്ഷനെ 2 ദിവസത്തിനകം പ്രഖ്യാപിക്കാൻ നിശ്ചയിച്ച സാഹചര്യത്തിലാണ് തമ്മിലടി. അബിൻ വർക്കിയെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കാൻ രമേശ് ചെന്നിത്തലയുടെ I ഗ്രൂപ്പും KM അഭിജിത്തിനെ അധ്യക്ഷനാക്കാൻ MK രാഘവൻ MPയും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി ബിനു ചുള്ളിയിലാണ് KC വേണുഗോപാലിന്റെ പിന്തുണ. സാമുദായിക സന്തുലനം കൂടി പാലിച്ചായിരിക്കും തീരുമാനം. സംസ്ഥാന നേതാക്കൾ ചർച്ച ചെയ്ത് നിർദ്ദേശം വെച്ചാൽ ഹൈക്കമാൻഡ് തീരുമാനമെടുത്ത് പ്രഖ്യാപിക്കും. 24 തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ചും പരാതിക്കാരെ അധിക്ഷേപിച്ചും പാലക്കാട് MP VK ശ്രീകണ്ഠൻ പരാതിക്കാരുടെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കണമെന്നും അർദ്ധവസ്ത്രം മാത്രം ധരിച്ച് മന്ത്രിമാർക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നില്ലേ എന്നുമായിരുന്നു പരാമർശം. വിവാദമായതോടെ വാക്കുകൾ വളച്ചൊടിച്ചെന്ന് VK ശ്രീകണ്ഠൻ മലക്കം പറഞ്ഞു. ഇവരുടെയൊക്കെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്ന് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഏതൊക്കെ മന്ത്രിമാരുടെ കൂടെയാണ് ഈ ആരോപണം പറഞ്ഞിട്ടുള്ള ആളുകൾ അവിടെ അർദ്ധവസ്ത്രം ധരിച്ച് നിൽക്കുന്നത്? ഇതായിരുന്നു VK ശ്രീകണ്ഠൻ MPയുടെ ആദ്യ പ്രതികരണം. വിവാദമായതോടെ മലക്കം മറിച്ചിൽ. ഒരിക്കലും പരാതി പറയുന്നവരെയോ അല്ലെങ്കിൽ ആക്ഷേപം പറയുന്നവരെ അപമാനിക്കൽ ഞങ്ങളുടെ സംസ്കാരമല്ല. പരാമർശത്തിൽ വ്യാപക വിമർശനമുയർന്നു. VK ശ്രീകണ്ഠന്റെ പ്രസ്താവന ഞെട്ടിച്ചെന്ന് BJP നേതാവ് പത്മജ വേണുഗോപാൽ. VK ശ്രീകണ്ഠനെ പോലെ ഒരാൾ ഇന്നലത്തെ പ്രസ്താവന കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സൊന്ന് സങ്കടപ്പെട്ടു പോയി. ശ്രീകണ്ഠനെ പറ്റിയുള്ള എന്റെ പ്രതീക്ഷ ഇതായിരുന്നില്ല ശ്രീകണ്ഠൻ. പരാതി ഉന്നയിച്ച യുവതികളെ VK ശ്രീകണ്ഠൻ അപമാനിച്ചെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി. VK ശ്രീകണ്ഠൻ സ്ത്രീകളെക്കുറിച്ച് അധമമായ ബോധം മനസ്സിൽ വെച്ച് നടക്കുന്നെന്നും PK ശ്രീമതി വിമർശിച്ചു. 24 പാലക്കാട്. ഇടുക്കി ഉടുമ്പന്നൂരിൽ യുവാവിനെയും യുവതിയെയും മരിച്ച നിലയിൽ കണ്ടെത്തി. ഉടുമ്പന്നൂർ സ്വദേശി ശിവഘോഷ്, പാറത്തോട് സ്വദേശി മീനാക്ഷി എന്നിവരാണ് മരിച്ചത്. യുവാവ് വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ലാൽകൃഷ്ണൻ തൊടുപുഴയിൽ നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. ലാൽ, എന്താണ് വിശദാംശങ്ങൾ? വാടകയ്ക്ക് താമസിക്കുന്ന തൊടുപുഴയ്ക്ക് സമീപമുള്ള ഉടുമ്പന്നൂരിലെ വീട്ടിലേക്ക് സമീപവാസിയായ ഒരാളെത്തുന്നത്. വീട്ടിലേക്ക് എത്തുന്ന സമയത്താണ് വീടിൻ്റെ ഹാളിൽ കയറി ചെല്ലുന്ന വഴിയിൽ തന്നെ ഫാനിൽ തൂങ്ങിയ നിലയിൽ ശിവഘോഷിനെ കാണുന്നത്. ഉടൻ തന്നെ നാട്ടുകാരെല്ലാം വിളിച്ചുകൂട്ടി ശിവഘോഷിനെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ ശിവഘോഷിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഈ സമയത്ത് വീട്ടിലേക്ക് എത്തിയ ആളുകൾ വീടിനകത്ത് ശിവഘോഷിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ചില സാധനങ്ങൾ എടുക്കുന്നതിന് മുറിക്കകത്തേക്ക് കയറുമ്പോഴാണ് മുറിക്കകത്തൊരു പെൺകുട്ടിയുടെ മൃതദേഹം കിടക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. നിലത്ത് കിടക്കുന്ന രീതിയിലാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മീനാക്ഷിയാണ് ഇത് എന്ന് കണ്ടെത്താനും സ്ഥിരീകരിക്കാനും സാധിച്ചത്. പെൺകുട്ടിയുടെ മരണം എങ്ങനെ സംഭവിച്ചു എന്നത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ അറിയാൻ കഴിയുകയുള്ളൂ. ഇരുവരും നേരത്തെ സുഹൃത്തുക്കളായിരുന്നു എന്നൊരു വിവരം ലഭിക്കുന്നുണ്ട്. ഈ പെൺകുട്ടി എന്തിനാണ് ഈ വീട്ടിലേക്ക് വന്നതെന്നോ ഇവർ തമ്മിലുള്ള ബന്ധം എന്താണെന്നോ കാര്യങ്ങളിലൊന്നും ഇതുവരെ കൃത്യത വന്നിട്ടില്ല. എന്താണെങ്കിലും പോലീസ് ഈ സംഭവത്തിൽ വിശദമായ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ലാൽകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത് തൊടുപുഴയിൽ നിന്നും.
ആരും ജയിലിൽ കിടന്ന് ഭരിക്കാമെന്ന് ആഗ്രഹിക്കേണ്ടെന്നും അഴിമതിക്കാർക്കെതിരെയാണ് NDA സർക്കാർ പുതിയ നിയമം കൊണ്ടുവരുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബിൽ കൊണ്ടുവന്നപ്പോൾ ഞെട്ടിയത് അഴിമതിക്കാരെന്നും മോദി ബീഹാറിലെ റാലിയിൽ പറഞ്ഞു. സെന്തിൽ ബാലാജിയും പൊന്മുടിയും ജയിലിൽ കിടന്ന് ഭരിക്കണം എന്നാണോ പറയുന്നതെന്ന് തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ BJP ബൂത്ത് ചുമതലക്കാരുടെ യോഗത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായും പറഞ്ഞു. कोई मंत्री है, कोई प्रधानमंत्री है, तो वो जेल में रह करके भी सत्ता का सुख पा सकता है. ये कैसे हो सकता है? हमने कुछ समय पहले ही देखा है कि कैसे जेल से ही फाइलों पर साइन किए जा रहे थे. डीएमके के वरिष्ठ मंत्री के पोनमुडी जी और सेंथिल बालाजी 8-8 महीने तक जेल में रहे, इस्तीफा नहीं दिया. मुझे बताइए, जेल में रहकर सरकार चला सकते हैं क्या? ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച 11 രേഖകൾക്കൊപ്പം ആധാർ കാർഡ് ഉപയോഗിച്ച് പട്ടികയിൽ പേര് ചേർക്കാമെന്ന് സുപ്രീംകോടതി. അപേക്ഷ ഓൺലൈൻ നൽകിയാൽ മതിയാകും. പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള കമ്മീഷൻ നടപടിയിൽ സഹകരിക്കാത്ത രാഷ്ട്രീയ പാർട്ടികളെ സുപ്രീംകോടതി ശാസിച്ചു. സംസ്ഥാനത്തെ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളെ കേസിൽ കോടതി കക്ഷി ചേർത്തു. വോട്ട് ചേർക്കലിൽ വിവാദ പ്രസ്താവനയുമായി BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B. ഗോപാലകൃഷ്ണൻ. വേണ്ടിവന്നാൽ ജമ്മു കശ്മീരിൽ നിന്നുവരെ ആളെ കൊണ്ടുവന്ന് 1 വർഷം താമസിപ്പിച്ച് വോട്ട് ചേർക്കുമെന്നായിരുന്നു പരാമർശം. ഗോപാലകൃഷ്ണന്റേത് ഫാസിസ്റ്റ് നിലപാട് എന്നായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വിമർശനം. ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്ന് 1 വർഷം താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കും. ഒരു സംശയമില്ല, അത് നാളെയും ചെയ്യും. നിങ്ങൾക്ക് ഏത് വിലാസത്തിൽ വേണേൽ ആൾക്കാരെ ചേർക്കാണ്, അതിലർത്ഥമൊന്നുമല്ല. ഞങ്ങൾക്ക് എന്തും ചെയ്യാൻ അവകാശമുണ്ട് എന്ന് പറയാനുള്ള ഒരു ധൈര്യം ഒറ്റ ഒരു ചെക്ക് ജനാധിപത്യ സമൂഹത്തിലുണ്ടാവില്ല. ഈ നവഫാസിസത്തിന്റെ ഭാഗമായിട്ടുള്ള RSSന്റെ ഏറ്റവും ശക്തനായിട്ടൊരു വക്താവായിട്ടാണ് ഗോപാലകൃഷ്ണനെ കാണുന്നത്. ഗോപാലകൃഷ്ണൻ ആ രീതിയിലാണ് പ്രതികരിച്ചത് എന്നിപ്പോൾ കേരളം കണ്ടല്ലോ. മാധ്യമങ്ങൾ തന്നെ ഏറെ നാളായി വേട്ടയാടുകയാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ ആരെയും കുറ്റപ്പെടുത്താൻ ഇല്ലെന്നാണ് മറുപടി. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണം സംബന്ധിച്ച ചോദ്യത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകിയല്ലോ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. എന്റെ ജീവിതത്തിലാണ് നിങ്ങൾ കയറി കൊത്തിയത്. എന്റെ ജീവിതത്തിലാണ്. എന്നിൽ ഒരു വ്യക്തിയുണ്ട്. വ്യക്തിയുടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു കുടുംബസ്ഥൻ, ഭർത്താവ്, അച്ഛൻ, മകൻ, അങ്ങനെ പല ബന്ധങ്ങളുണ്ട് എനിക്ക്. അതിനെല്ലാം ഹനിക്കുന്ന രീതിയിലാണ് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട്. എവിടെ മുതൽ നിങ്ങളിത് തുടങ്ങി? കിരീടം, കലാമണ്ഡലം ഗോപിയാശാൻ, RLV രാമകൃഷ്ണൻ, എവിടെയൊക്കെ നിങ്ങൾ കയറി? അതിന് ഞാൻ എന്ത് പാപം ചെയ്തു? വേണ്ട, ഞാൻ ആരെയും വിമർശിക്കില്ല, ഞാൻ ആരെയും ദ്രോഹിക്കില്ല. അതെന്റെ നിശ്ചയമാണ്. സോറി. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. അന്തരിച്ച പീരുമേട് MLA വാടൂർ സോമന്റെ മൃതദേഹം സംസ്കരിച്ചു. വാടൂർ സോമന്റെ ആഗ്രഹപ്രകാരം CPI മുൻ നേതാവ് SK ആനന്ദിന്റെ സ്മൃതി മണ്ഡപത്തിന് സമീപത്താണ് അന്ത്യവിശ്രമം ഒരുക്കിയത്. നിമിഷപ്രിയയുടെ വധശിക്ഷ ഈ മാസം 24-നോ 25-നോ നടപ്പാക്കുമെന്ന് ഇവാഞ്ചലിസ്റ്റും ഗ്ലോബൽ പീസ് ഇനിഷ്യേറ്റീവ് സംഘടനാ സ്ഥാപകനുമായ ഡോക്ടർ K. പോൾ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വനിതാ ഏകദിന ലോകകപ്പിന്റെ പുതുക്കിയ ഷെഡ്യൂളിലും കേരളത്തിൽ മത്സരമില്ല. ബംഗളൂരുവിലെ മത്സരങ്ങൾ നവി മുംബൈക്ക് അനുവദിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകനും സിനിമാ നടനുമായ മാധവ് സുരേഷും കോൺഗ്രസ് നേതാവ് വിനോദ് കൃഷ്ണയും തമ്മിൽ നടുറോഡിൽ തർക്കം. ഇന്നലെ രാത്രി തിരുവനന്തപുരം ശാസ്തമംഗലത്തായിരുന്നു സംഭവം. ഇരുവരെയും സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി പ്രശ്നം പരിഹരിച്ചു. നെഹ്റു ട്രോഫി ജലമേളയിൽ നിയന്ത്രണങ്ങളുമായി പോലീസ്. പുന്നമടയിൽ 100 മീറ്റർ ചുറ്റളവിൽ റെഡ് സോൺ പ്രഖ്യാപിക്കും. ഡ്രോൺ ക്യാമറകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തും. തമിഴ്നാട്ടിൽ നിന്ന് അട്ടപ്പാടിയിലേക്ക് കടത്തുകയായിരുന്ന വിദേശ മദ്യം പിടികൂടി. സംഭവത്തിൽ അമ്മയും മകനും അറസ്റ്റിൽ.
ഗസയിൽ ക്ഷാമ സാഹചര്യങ്ങൾ നേരിടുന്നുവെന്ന ഐക്യരാഷ്ട്രസഭ റിപ്പോർട്ട് തള്ളി ഇസ്രയേൽ. കണ്ടെത്തലുകൾ ഹമാസിന്റെ നുണപ്രചാരണം അടിസ്ഥാനമാക്കിയെന്ന് ഇസ്രയേൽ. വാർത്താസന്ധ്യയിലേക്ക് തിരികെ. തെരുവുനായ പ്രശ്നത്തിൽ ദേശീയതലത്തിൽ നയം രൂപീകരിക്കുമെന്ന് സുപ്രീം കോടതി. ഇതിന്റെ ഭാഗമായി എല്ലാ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും കേസിൽ കക്ഷി ചേർത്തു. സമാനമായ കേസുകൾ ഹൈക്കോടതികളിൽ നിന്ന് സുപ്രീം കോടതിയിലേക്ക് മാറ്റാനും നിർദ്ദേശം നൽകി. ഡൽഹിയിലെ തെരുവുനായ ശല്യത്തിൽ 2 ബെഞ്ചിന്റെ ഉത്തരവ് പരിഷ്കരിച്ചായിരുന്നു കോടതി നടപടി. ഗോൾഡ് ബൈയിംഗ് സ്ഥാപനമായ വൈറ്റ് ഗോൾഡിന്റെ കേരള റീജിയണൽ ഓഫീസ് എറണാകുളം ബൈപ്പാസിൽ പ്രവർത്തനം തുടങ്ങി. വൈറ്റ് ഗോൾഡിന്റെ ബ്രാൻഡ് അംബാസഡറും ടെലിവിഷൻ അവതാരകയുമായ ലക്ഷ്മി നക്ഷത്രയും വൈറ്റ് ഗോൾഡിന്റെ മാനേജിംഗ് ഡയറക്ടറായ ബാബു സിജയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. നേവൽ സതേൺ കമാൻഡിംഗ് ഇന്റേണൽ ഫൈനാൻഷ്യൽ അഡ്വൈസർ ധനലക്ഷ്മി, സിനിമാ താരവും അമ്മ എക്സിക്യൂട്ടീവ് മെമ്പറുമായ സിജോയ് വർഗീസ്, വൈറ്റ് ഗോൾഡ് കേരള റീജിയൻ ഹെഡ് റോബിൻ കടവൻ, ജയലക്ഷ്മി സിൽസ് ഡയറക്ടർ ജയകൃഷ്ണൻ, കല്യാൺ വസ്ത്രാലയ മാനേജിംഗ് ഡയറക്ടർ സേതുരാമൻ, ABS സോഫ്റ്റ് തോമസ് സഖറിയ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കേരളത്തിലെ 35 സ്റ്റോറുകളിൽ വരുന്ന 35 സ്റ്റോറുകളിലെ 10ാമത്തെ സ്റ്റോറാണിത് വൈറ്റ് ഗോൾഡിന്റെ. ഇത് റീജിയണൽ ഓഫീസും കൂടെയാണ്. അടുത്ത സെപ്റ്റംബർ അവസാനം ഓണം കഴിയുമ്പോഴത്തേക്കും കേരളത്തിലുടനീളം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 35ഓളം സ്റ്റോറായിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ ഗോൾഡ് ബൈയിങ് കമ്പനിയായിട്ട് വൈറ്റ് ഗോൾഡ് കേരളത്തിൽ ഞങ്ങളുടെ പ്രസൻസ് തെളിയിക്കാൻ പോവുകയാണ്. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇതോടെ വാർത്താസന്ധ്യ പൂർത്തിയാവുന്നു. ഇനി പൊതുജനം കഴുതിലെ സാർന്ന പരിപാടിയുമായി ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ പ്രേക്ഷകർക്കൊപ്പം. നമസ്കാരം.